10 പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഒന്ന് വാക്കുകൾ നിരായുധീകരിക്കാൻ പഠിക്കുക. മനുഷ്യന്റെ നന്മയ്ക്കും മനുഷ്യന്റെ വളർച്ചയ്ക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് വാക്കുകളെ നിരായുധീകരിക്കുക. ഡിസാം അവർ വേർഡ്സ്. എന്താണ് അതുകൊണ്ട് അർത്ഥാക്കുന്നത്? നമുക്കറിയാം, നമ്മൾ ഒരാളെ കാണുമ്പോൾ അദ്ദേഹം നമ്മൾക്ക് പോസിറ്റീവായിട്ട് എന്തെങ്കിലും നമ്മളോട് പറയുകയാണെങ്കിൽ നമുക്ക് സന്തോഷമായിരിക്കും, നമ്മുടെ അന്നത്തെ ദിവസം വിജയിക്കും. അതേസമയം നെഗറ്റീവായിട്ട് പറയുന്നതാണെങ്കിലോ ആ ദിവസം ഡള്ളായി പോകും. പല മനുഷ്യരും ഒരു മനുഷ്യനെ കാണുമ്പോൾ ഉടൻ തന്നെ പറയുന്നതാണ്, എന്താ പറയുന്നത്? നെഗറ്റീവായിട്ട് പറയുള്ളൂ, പോസിറ്റീവായിട്ട് പറയില്ല. അപ്പോൾ പോസിറ്റീവ് വൈബ്സ് കൊടുക്കാനായിട്ട് പഠിക്കുക, നെഗറ്റീവ് വൈബ്സ് അല്ല കൊടുക്കേണ്ടത്. നമ്മളുടെ ലോകത്തെ മുഴുവൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ അധികാരത്തിലിരിക്കുന്ന ആളുകളുടെ സംസാരം അനുസരിച്ചാണ് നമ്മുടെ രാജ്യങ്ങളുടെ ഗതിയൊക്കെ പോകുന്നത്. വേറൊരു ഭരണാധിപനെ ഇവര് ചീത്ത പറയുകയാണെങ്കിൽ അവരിങ്ങോട്ട് യുദ്ധത്തിന് വരും. യുദ്ധം തുടങ്ങുന്നതൊക്കെ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്ന വാക്കുകൾ കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നടക്കുന്ന യുദ്ധങ്ങളെല്ലാം എടുത്ത് നോക്കിയോ, ഇതൊക്കെ അവര് ഓരോരുത്തരും ഓരോ പ്രസ്താവനയൊക്കെ ഇറക്കുകയാണ്. ഇന്നൊരു പ്രസ്താവന, നാളെ വേറൊരു പ്രസ്താവന. ഇതിനൊക്കെ ഫലമായിട്ട് ലോകത്തെ നശിപ്പിക്കുവാൻ കഴിവുള്ള വാക്കുകളുടെ ഉപയോഗമാണ് കാണുന്നത്. അതുകൊണ്ട് പറയാണ്, ഈ വാക്കുകളുടെ നിരായുധീകരണം, ആരെയും ഉപദ്രവിക്കാതെ, ആരെയും മോശക്കാരനാക്കാതെ, ആരെയും താഴ്ത്തിക്കെട്ടാതെ അവനെ ഉയർത്തി കാണിക്കുന്ന, അവന്റെ വളർച്ചയെ സഹായിക്കുന്ന തരത്തിൽ നമുക്ക് സഹായിക്കാൻ കഴിയുമ്പോൾ വാക്കുകളുടെ നിരായുധീകരണം ഉണ്ടാവും. കുടുംബങ്ങളിൽ വാക്കുകൾ നിരായുധീകരണം ഉണ്ടാകണം. നമ്മുടെ ഗവൺമെന്റുകളിൽ വാക്കുകൾ നിരായുധീകരണം ഉണ്ടാകണം. നമ്മുടെ വൈദികരുടെയിൽ വാക്കുകൾ നിരായുധീകരണം ഉണ്ടാകണം. നമ്മുടെ എല്ലായിടത്തും വാക്കുകൾ നിരായുധീകരിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം സമൂഹത്തിന് കിട്ടും. ഇന്ന് സമൂഹത്തിൽ ഈ നിരായുധീകരണം വളരെ കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് പാപ്പ പറയുന്നത് വാക്കുകൾ നിരായുധീകരണം. അതുപോലെ യുദ്ധ ഉപകരണങ്ങളുടെ നിരായുധീകരണം അതും പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് സ്നേഹത്തിന്റെ സംസ്കാരം കെട്ടിപ്പടുത്തുയർത്തുക. എ കൾച്ചർ ഓഫ് ലവ്. ലോകം എല്ലാ തരത്തിലുള്ള വിപ്ലവങ്ങളും കണ്ടു കഴിഞ്ഞു. ഇനി മനുഷ്യന് ആവശ്യം ഈ സ്നേഹത്തിൻ്റെ വിപ്ലവമാണ്, സ്നേഹത്തിൻ്റെ നാഗരികതയാണ്. അത് സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ മനുഷ്യന് ഭക്ഷണമുണ്ടാകും, മനുഷ്യന് പാർപ്പിടമുണ്ടാകും, മനുഷ്യന്